സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകിയ 2 അധ്യാപികമാർ. വിദ്യാർത്ഥികളെ അണിനിരത്തി ലഹരി വിരുദ്ധ പ്രചാരണത്തിന് സൂംബ ഡാൻസ് വരെ സംഘടിപ്പിച്ചവരാണ് കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ കീർത്തനയും കാവ്യയും. ഇങ്ങനെ പൊതുസമൂഹത്തിൻ്റെ കയ്യടി നേടിയ ഇരുവരും മയക്കുമരുന്ന് മാഫിയയുടെ പ്രധാന ഇടനിലക്കാരായിരുന്നുവെന്ന് ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത്. ലഹരി കേസിൽ പ്രതികളായ 2 അധ്യാപകരെയും സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. കേസിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. സംഭവം അന്വേഷിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ലഹരി സംഘങ്ങൾ വൻതുകയ്ക്കുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ നിഗമനം. അറസ്റ്റിലായ അധ്യാപികമാരായ കീർത്തനയ്ക്കും കാവ്യയ്ക്കും ഇടപാടിലുള്ള പങ്കെന്തായിരുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പണമിടപാട് മാത്രമാണോ അതോ സംഘത്തിലെ സുപ്രധാന കണ്ണികളോ ലഹരിമരുന്ന് കാരിയർമാരോ ആയിരുന്നു എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇവരുടെ അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി റൂറൽ SP മെറിൻ ജോസഫ് പ്രത്യേക സംഘം രൂപീകരിച്ചു. കേസിലെ മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാണെന്ന് റൂറൽ SP പറഞ്ഞു. ലഹരിയുടെ ഉറവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും. റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. അപ്പം സാധാരണ ഇപ്പം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുന്നവരെ വെച്ചാണ് നമ്മൾ ചാർജ് കൊടുക്കാറുള്ളത്. പക്ഷേ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഓരോ കേസിലും ഡീപ്പായിട്ടുള്ളൊരു അന്വേഷണം വേണം. പിന്നെ ഓരോ കേസിന്റെ പിന്നിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനും അതുപോലെ ഇതിന്റെ സോഴ്സ് കണ്ടെത്താനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും ഫർദർ അറസ്റ്റുകളും ഇനി വരുന്ന ദിവസങ്ങളുണ്ടാകും. സംഭവത്തിൽ 2ാമത്തെ അധ്യാപികയെയും ജോലിയിൽ നിന്ന് പുറത്താക്കി. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയെയാണ് പുറത്താക്കിയത്. സ്പെഷ്യലിസ്റ്റ് കായിക അധ്യാപികയായ കീർത്തനയെ അറസ്റ്റിന് പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു. അധ്യാപികമാരെ ഇടനിലക്കാരാക്കിയുള്ള ലഹരി വ്യാപാരം കഴിഞ്ഞ മാസം 28-ന് വടാര സ്വദേശി റിസ്വാൻ പിടിയിലായതോടെയാണ് പുറത്തു വന്നത്. അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്കാണ് ഉപഭോക്താക്കൾ പണം അയക്കേണ്ടിയിരുന്നത്. പണം കിട്ടിയാൽ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷനിലെത്തിയാൽ മറ്റൊരാൾ MDMA കൈമാറുന്നതായിരുന്നു ഇവരുടെ രീതി. കീർത്തനയുടെ അക്കൗണ്ടിലെത്തിയ പണവും കാവ്യയുടെ അക്കൗണ്ടിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. അറസ്റ്റിലായ കീർത്തന ലഹരിക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തി സൂംബ ഡാൻസ് നടത്തിയിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു. ലഹരി വിരുദ്ധ പ്രചാരണത്തിനായി കീർത്തനയും സൂംബ ചുവടുവെച്ചിരുന്നു. കീർത്തനയും കാവ്യയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. 2 പേരും വിവാഹമോചിതരെന്നാണ് പറഞ്ഞിരുന്നത്. കാവ്യ അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്നപ്പോൾ BRCകൾ പിരിവെടുത്ത് 2 ലക്ഷം രൂപ സഹായധനമായി നൽകി. പിന്നീട് വളരെ പെട്ടെന്ന് സാമ്പത്തിക നിലയിൽ മാറ്റം വന്നു. ഇരുവരും അടുത്ത കാലത്തായി നയിച്ചത് ആഡംബര ജീവിതമാണ്. അപകടം പറ്റിയ സമയത്ത് BRCകളിൽ നിന്ന് വലിയ തുക പിരിച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റു BRCകളിൽ നിന്ന് ഏകദേശം 2 ലക്ഷത്തിന് മേലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരാണ് പെട്ടെന്ന് ആ സാമ്പത്തിക നില മാറിയത്. അത് നമ്മൾ പൊതുവെ ഓളെ കാണുമ്പോൾ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെന്നൊന്നും നമുക്കല്ല, അങ്ങനെ പ്രയാസമുള്ള ആളുകളെ ഒരു ഔട്ട്ലുക്ക് കണ്ടാൽ തിരിയുന്ന ഒരവസ്ഥ അല്ലേ, അതൊന്നും കാണാൻ തിരിയല. ഈ കീർത്തനന്റെ ഇതിന് ശേഷം ഞാൻ ചോദിച്ചു, നീ ഒരു കാറൊക്കെ വാങ്ങിയല്ലോ? അന്നേരം പറഞ്ഞു, ആങ്ങള ഗൾഫിലാണ്, ആങ്ങള എനിക്ക് ഓടിക്കാൻ തന്നതാണ് ടീച്ചറെ, എനിക്ക് അതിലൊരു പങ്കുമില്ല, കാറ് ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര BRCയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.